ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിച്ചാത്തൻ്റെ ഒരു അമ്പലമുണ്ട്, തെയ്യുള്ള എന്നാണ് പേര്. അപ്പോൾ അവിടെ വന്നാണ് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. അപ്പോൾ ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഇതപ്പോൾ ഒരു വരവാണ്. ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ കുറേ വരവുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ വരവായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്നാണ് വോയിസ് ഓവർ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. അവിടെ മറ്റേ ആ തെയ്യമില്ലേ, അത് അവിടെ ഇരിക്കുന്നുണ്ടോ, അത് മറ്റേ ഇതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. പാലയാട് തെയ്യുള്ള പാലയാട് ശ്രീ പാലയാട് തെയ്യുള്ള ക്ഷേത്രമാണ്. അങ്ങനെ എന്തോ ആണ് പേര്, മറന്നുപോയി. അപ്പോൾ വരവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വരവുകളുണ്ട്. അപ്പോൾ അതിലുള്ള ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ കൊടുക്കും. ഇതാ ചേട്ടൻ വെറുതെ ബലൂൺ ഇങ്ങനെ പിടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ രസം തോന്നിയിട്ട് വെറുതെ എടുക്കുകയാണേ. ഇത് പിന്നെ കുറച്ച് അധിക സമയം കഴിഞ്ഞപ്പോഴാണ് പോയത്. ഓരോ ഈ വരവിന് ശേഷം വേഗം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കാണിച്ച വരവിന് ശേഷം പിന്നെ വന്നത് വളരെ സ്ലോ ആയിട്ടാണ്. കണ്ടില്ലേ, ഈ ഇങ്ങനെ പേപ്പർ ഇടുന്നതിന് ഒരു മിഷൻ ഉണ്ട്, അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്താണ്. അപ്പോൾ ഇത് വരവ് എത്രയൊക്കെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ പോയി കണ്ടതിൽ മൂന്നാമത്തെ വരവാണിത്. ഇതിൽ മറ്റേ ഡാൻസ് ഒക്കെ കളിച്ച് ഒക്കെ ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, കാണിച്ചു തരാം. ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്, കണ്ടോളൂ. ഇത് ആ വരവിൻ്റെ ബാക്കിയാണ് എന്നാണ് തോന്നുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പം ഞങ്ങൾ കുറേ ദിവസമായി പോയിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല. വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് വൈകിയതാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഇടയിൽ കൂടെ അതിന് ശേഷം വന്ന വരവാണോ അതിൻ്റെ കൂടെയുള്ള വരവാണോ എന്ന് എനിക്ക് മറന്നുപോയി, ഡൗട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റിങ്ങനെ എന്താ പറയുക, താലപ്പൊലി അങ്ങനെ എന്തോ ആണ്. ഇതിങ്ങനെ കൊണ്ടുപോവാണ് അമ്പലത്തിലേക്ക്. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോമരൊക്കെ ഉണ്ടായിരുന്നേ. കോമരം പിന്നെ റോട്ടുകളിലൂടെ ഇത് മറ്റേ വരവ് പോകുമ്പോൾ പോകുന്ന മരങ്ങളാണ്. അത് ചണ്ടിയൊക്കെ മുട്ടി 3 കോമരങ്ങളുണ്ട് കേട്ടോ. ആദ്യം ഒന്നായ കോമരം, പിന്നെ ഇപ്പം പോയ ഈ ഒരു കോമരമുണ്ട്, പിന്നെ വേറൊരു കോമരം കൂടിയുണ്ട്. അങ്ങനെ 3 കോമരങ്ങളാണുള്ളത്. പിന്നെ ഈ വേഷം കെട്ടിയിട്ടുള്ള മറ്റേ തെയ്യങ്ങൾ പൊട്ട് കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവുക. പൊട്ടുണ്ട്. അപ്പോൾ അതിലുള്ള പൊട്ട് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഫസ്റ്റത്തെ പൊട്ടെങ്ങാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ എന്താ എനിക്കറിയില്ല ഇതൊക്കെ എന്താണെന്ന്. തെയ്യത്തിങ്ങനെ എന്താ വരവിൻ്റെ ഓരോ ഇതായിരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നത്. അമ്പലത്തിന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അന്നേരമൊക്കെ നല്ല തിരക്കായതിന് ഫോണൊന്നും എടുക്കാൻ തന്നെ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ കുടമാതിരി കുറേ ആൾക്കാർ ഇത് ഈ വരവിൻ്റെ കൂടെയുള്ള പരിപാടിയിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൈസ വാങ്ങാൻ വരുന്ന കരടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോമരം ആണ്. അപ്പോൾ ഇനി നിങ്ങൾ ശബ്ദം കേട്ടോളൂ, എനിക്ക് എന്ത് വോയിസ് ഓവർ കൊടുക്കണമെന്ന് അറിയില്ല. രണ്ട് 3 വരവുകളെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റിയില്ലെങ്കിലോ ലോങ് വീഡിയോ ആയാലും വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് എഡിറ്റ് ചെയ്തിടാൻ. പിന്നെ ഞാൻ ഈ സാധനം വാങ്ങി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ പൊട്ട് കണ്ടു. ഏറ്റവും ലാസ്റ്റ് കട എന്നുള്ള പൊട്ടായിരുന്നു. അതിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ പേടിച്ചറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റിയതിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒച്ച ഞാൻ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കുന്ന പല അമ്മയെ അച്ഛ എന്നുള്ള വിളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പൊട്ടുകൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെ ഇരുട്ടായിട്ട് മര്യാദയ്ക്ക് കാണുന്നില്ല. ഞാൻ പോകുന്ന വഴിക്ക് ഇൻട്രോ എടുത്തതാണ്, പിന്നെ എന്നോട് മറന്നു പോകും.